അർത്ഥം. ഈ അർത്ഥം മനസ്സിലാവായൊന്നുമില്ല എങ്കിലും പിന്നെ പൊതുവേ പറയുന്നത് എന്താണ്, നിങ്ങൾ പൊതുവേ മിസ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റിലെ ഈ ഒരു 10 വരികളിൽ സ്റ്റാൻസയിൽ പറയുന്നത്, ഇന്നർ മീനിങ് ആയിട്ട് പറയുന്നത് നമ്മുടെ പിന്നെ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന് പറയുന്ന കവിയുടെ കുട്ടിക്കാലത്ത് ഉണ്ടായ അനുഭവങ്ങളാണ്. സന്തോഷത്തോടെയുള്ള മാമ്പഴം പെറുക്കിയതും ആ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ഈ വരികളിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഒന്നും അറിയില്ല, നമ്മൾ അതെന്നെങ്കിലും എഴുതി വെക്കണം കേട്ടോ. അതിനാണ് മിസ് അത് പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് മിസ് ഒന്നും കൂടി പറഞ്ഞാൽ, മലയാളിയുടെ വയലുകൾക്കും തൊടികൾക്കും സഹ്യപർവ്വതത്തിനും കയ്പവല്ലിരികൾക്കും മണത്തിനും മഴയ്ക്കുമെല്ലാം കവിതയിലൂടെ അനശ്വര നൽകിയ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. നമ്മുടെ ഭൂമിയിലുള്ള മഴ അല്ലേ, മഴ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കേരളീയ അനുഭവങ്ങളുടെ ആഴവും സങ്കീർണവും ആവിഷ്കരിച്ച വൈലോപ്പിള്ളി കനവും മലയാളിയുടെ മനം കവർന്ന കവിയാണ്. കാച്ചിക്കുറുക്കിയ കവിത എന്നാണ് വൈലോപ്പിള്ളി കവിതകൾ അറിയപ്പെടുന്നത്. കാച്ചിക്കുറുക്കിയ കവിതകൾ, കവിയുടെ കാവ്യജീവിതം പറയില്ല, ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ വിശദീകരണം അല്ലേ, അതാണ് എന്ത് കാച്ചിക്കുറുക്കിയ. ഇതാണ് ഭാവപരമായി പറയുകയാണെങ്കിൽ എന്താണ്, കാച്ചിക്കുറുക്കിയ കവിതകളാണ് അദ്ദേഹത്തിൻ്റെത് എന്നാണ് അറിയപ്പെടുന്നത്. കാച്ചിക്കുറുക്കിയ കവിതകൾ എന്നാണ് പറയുന്നത്. മലയാളിയുടെ വയലുകൾക്കും തൊടികൾക്കും സഹ്യപർവ്വത്തിനും കയ്പവല്ലിരിക്കും മണത്തിനും മഴയ്ക്കുമെല്ലാം കവിതയിലൂടെ അനശ്വരം നൽകിയ കവിതയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ജീവിതാബോധത്തിൻ്റെ വെളിച്ചത്തിൽ, അഥവാ ഒരു റിയൽ ജീവിതത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഈ കവിത എഴുതിയത്. കനവും കവിതകളുടെ മലയാളിയുടെ മനം കവർന്ന കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അനാവശ്യമായി ഒരൊറ്റ വാക്കുപോലും ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ. അനാവശ്യമായിട്ട് കവിതയിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടുള്ള വരികളൊന്നും അദ്ദേഹത്തിൻ്റെ കവിതകൾ ഉണ്ടാവാറില്ല. മലയാള കവിതയിലെ യുഗപരിവർത്തനത്തിന് ഹരിശ്രീ കുറിച്ച കവിനാദങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് നമ്മുടെ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി കവിതകളിൽ ശാസ്ത്രബോധവും ചരിത്രബോധവും സൗന്ദര്യബോധവും ഉൾച്ചേർന്നതായി നമുക്ക് കാണാം. പിന്നെ യാഥാർത്ഥ്യബോധത്തിൽ ഊന്നിയ കവിതകളാണ് വൈലോപ്പിള്ളിയുടേത് അല്ലേ, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അല്ലേ, പണ്ട് കുട്ടിക്കാലത്ത് കുട്ടികളോടൊത്ത് നീണ്ട വേനൽക്കാലത്ത് താൻ ഉല്ലസിച്ചത് കവിയുടെ ഓർമ്മകളിൽ ഉല്ലാസഭരിതമായി ഇന്നും ഉണർത്തുന്നു. അതീവ മധുരവും രുചികരവുമായ നാട്ടുമാമ്പഴങ്ങൾ കഴിച്ചതും അദ്ദേഹം ഓർക്കുന്നു. വയലിൻ്റെ കത്തിയാലുണ്ടാവുന്ന പുകമണവും, കച്ചി എന്ന് പറഞ്ഞാൽ എന്താ, കുറേ ഇതില്ലേ പഴയ വയലിൻ്റെ ഈ ഓലകൾ കത്തിക്കല്ലോ, കച്ചി, നിങ്ങൾക്കറിയാലോ കച്ചി, അത് കത്തിച്ചിട്ടുള്ള സ്മെല്ലും അല്ലേ, കത്തിച്ചിട്ടുള്ള സ്മെല്ലും ഒരു പ്രത്യേക നൊസ്റ്റാൾജിയാണെന്നാണ് പറയുന്നത്. കശുവണ്ടി പിളർന്നെടുക്കുമ്പോൾ കിട്ടുന്ന പരിപ്പിൻ്റെ കോമാളി ചിരിയും കുന്നിക്കുരുമണിയുടെ കണ്ണേറും കടൽക്കാറ്റിൻ്റെ തെങ്ങോലകൾ വീശി ഉണ്ടാകുന്ന അലകളും അല്ലേ, കടൽക്കാറ്റിന് പ്രത്യേക എന്താ പറയുക സുഖമാണെന്നാണ് പറയുന്നത് അല്ലേ. നീളിലും കവിയുടെ ഓർമ്മയിൽ ഓരോന്നായി ഇതൾ വിടർത്തുന്നു. നെക്സ്റ്റ് പറയുന്നത് മേടമാസം വെളിച്ചത്തിൻ്റെ മകളാണ്, കണിക്കൊന്നയുടെ മേൽ ചാർത്തിയെത്തുന്ന മേടമാസം എന്നാണ് വിഷു. നമ്മുടെ കവിതയുടെ പേര് വിഷുക്കണി എന്നാണ് അല്ലേ. വിഷുക്കണി എന്ന് പറഞ്ഞാൽ മേടമാസത്തിലാണ് വിഷു വരുന്നത്. അപ്പോൾ മേടമാസം വെളിച്ചത്തിൻ്റെ മാസമാണ്, കണിക്കൊന്നയുടെ മേൽ ചാർത്തണിയുന്ന മേടമാസം മാനവർക്ക് സമൃദ്ധിയുടെ കാലമാണ്. ഈ എന്താ പറയുക, മേടമാസം വിഷുക്കണി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എന്താ പറയുക, പിന്നെ ഇതാണ് ഒരു വർഷം, മലയാളത്തിലെ ഒരു വർഷത്തിൻ്റെ ആരംഭമാണെന്നാണ് പറയുക. കാരണം വിഷുവിൽ നമ്മൾ കണി വെക്കുന്നതൊക്കെ ഈ ഒരു സംഭവം, ഒരു വർഷത്തിലേക്ക് വേണ്ട ഐശ്വര്യത്തിന് വേണ്ട സംഭവങ്ങളാണ് വിഷുക്കണിയിൽ ഉണ്ടാവുക. അതാണ് ഇതിലൊരു ഏറ്റവും ഹൈലൈറ്റായി ഈ കവിതയിൽ പറയാനുള്ളത്. കാരണം അതിലെന്തൊക്കെ ഉണ്ടാവും, കുറേ പഴങ്ങളുണ്ടാവും, അതായത് സമ്പൽ സമൃദ്ധി എന്നാണ് അദ്ദേഹം. കുറേ പഴങ്ങൾ, മാങ്ങ, ചക്ക, പഴം, ആപ്പിൾ, മുന്തിരി, അതൊക്കെ നമ്മൾ വിഷുക്കണി ഒരുക്കുന്നതിൽ വെക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. വെറുതെ കൊണ്ടുപോയിട്ട് വലിയൊരു തളികയിൽ വെക്കുകയല്ല. അപ്പോൾ ഈ വരുന്ന മാസങ്ങളെല്ലാം ഇത്രയും പഴങ്ങളും ഉണ്ടായി സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ. പിന്നെ എത്രയോ 500 രൂപ 100 രൂപ നോട്ട്, കുറേ 500 രൂപയൊക്കെ വെക്കും ആളുകൾ. കണി കാണും, കുറേ പൈസ കണ്ടോട്ടെ, കുറേ ഫ്രൂട്ട്സ് കണ്ടോട്ടെ. പിന്നെ കണ്ണാടി, കൃഷ്ണൻ്റെ മഞ്ഞൾ, പൂക്കൾ, പിന്നെ ഡ്രസ്സൊക്കെ വെക്കും.
അപ്പം നമ്മുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചറിലേക്ക് ഇത്രയും നല്ല ഐശ്വര്യങ്ങൾ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ വെക്കുന്നത്. ഓക്കെ. പണ്ട് വേനലിലും അച്ഛൻ മരിച്ചപ്പോൾ വീട്ടിൽ പകലും ഇരുട്ടി വീണപ്പോൾ സങ്കടത്തോടെ നിന്നെ തറവാട്ടിലെ അപ്പുറത്തെവിടെ ഉത്സാഹത്തിലായിരുന്നു പിന്നെ ഏട്ടൻ വെറുതെ എന്തോ ഒന്നോ രണ്ടോ ബുക്ക് വായിച്ചു നിന്ന് എൻ്റെ കണ്ണുകൾ കണി കണ്ടാലും മതിയെന്ന് പറഞ്ഞ് ഞാൻ കണ്ടത് കൊന്ന പൂങ്കുല വാരി ചാർത്തി പുഞ്ചിരിയോടെ നീ എൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ്. ഈ ചെറിയ ലോലഗാത്രിയായ പെണ്ണിന് ഇത്രയും കുറുമ്പോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. കണിയില്ലാതെയായ എന്നെ പരിഹസിക്കുകയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ സങ്കടത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ നീ പെട്ടെന്ന് കണ്ണീർ അയ്യോ എൻ്റെ കൈകൾ പിടിച്ചു പറഞ്ഞു, നീ എന്നെ വിഷുക്കണിയെ കണ്ടതും എൻ്റെ കൈകൾ ചേർത്ത മുൻപ് കാണാത്ത ഭാഗ്യം ഞാൻ നേടി. പുള്ളിങ്ങെ എന്തിനാണ് നീ പ്രണയിച്ചത് എന്ന് കവി ചോദിക്കുകയാണ്. കാലം വീണ്ടും കടന്നു. ബാഹ്യമായ മാധുര്യത്തിനൊപ്പം ആത്മബന്ധത്തിൻ്റെ പുളിപ്പായിരുന്നു സ്നേഹത്തിൻ്റെ ആധാരമായി കവി കണ്ടെത്തുന്നത്. അപ്പോൾ ഈ പുളിക്ക അപ്പോൾ ഭാര്യയോടാണ്, ഭാര്യ തന്നെയാണ് കവിയുടെ ഏറ്റവും സ്നേഹപൂർണമായ ഒരു സമീപനത്തിൽ വരുന്നത്. ഭാര്യയെ തന്നെയാണ് പറയുന്നത്, ഭാവനയിൽ കാണുന്നത് ഭാര്യയെ തന്നെയാണ് കേട്ടോ. ഒരു ക്ലാസിക് ചിന്താഗതിയിലേക്കാണ് പിന്നെ പോകുന്നത്. എന്താ പറയുന്നത്? കണിയില്ലാതെ എന്നെ എൻ്റെ സങ്കടത്തിന് ആഴം മനസ്സിലാക്കിയ നീ എന്ന് പറയുന്നത് ഭാര്യയെയാണ് അല്ലേ. അപ്പോൾ കണി കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇത്രയും സമ്പൽ സമൃദ്ധി കാണുമ്പോൾ കവിയുടെ മനസ്സ് നിറഞ്ഞു. പിന്നെ നീ എന്ന വിഷുക്കണി, അപ്പം നീ തന്നെയാണ് എൻ്റെ വിഷുക്കണി എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയോട് പറയും, നീ തന്നെയാണ് എൻ്റെ വിഷുക്കണി. അപ്പം അത്രയും സമ്പൽ സമൃദ്ധിയായൊരു മുന്നോട്ടുള്ള ഭാവിയാണ് കവി മുന്നിൽ കാണുന്നത്. പിന്നെ നല്ല കൃഷി രീതിയിൽ നല്ല വിളവെടുക്കുന്നുണ്ട്. നല്ല വിളവും സമ്പൽ സമൃദ്ധി എന്ന് പറഞ്ഞാൽ വിളവൊക്കെ കൂടുതൽ കിട്ടും. അപ്പം അത് ഏത് മാസത്തെ വിഷുക്കണി ഒരുക്കുന്ന ആ സമയത്താണ് അത് ഉണ്ടാവുക. നല്ല ദാമ്പത്യത്തിലൂടെ കൈവരുന്ന നല്ല സന്താനങ്ങളാണ് എന്ന് ഓർമ്മിച്ചൊരു കവിത അവസാനിപ്പിക്കുന്ന നല്ല ദാമ്പത്യത്തിലൂടെ നല്ല സന്താനങ്ങളെയാണ് ലഭിക്കുക. പിന്നെ കാർഷിക സംസ്കൃതിയിൽ ഊന്നിയ കേരള ജീവിതത്തെ കവിത കാട്ടിത്തരും. പ്രകൃതിയെ കീഴടക്കുന്നതിന് പകരം അനുനയിപ്പിക്കാൻ കവി ഉപദേശിപ്പിക്കുന്നത്. ദാമ്പത്യത്തോടുള്ള കവിയുടെ സമീപനം അത് തന്നെയാണ് കവിതയുടെ ആന്തരിക വ്യക്തമാക്കുന്നത്. പ്രകൃതി എന്നത് കവിക്ക് ബാഹ്യരൂപം മാത്രമല്ല, തൻ്റെ ചലനങ്ങളെ ബാധിക്കുന്ന സകലത്തിനുള്ള ഉറവിടമാണ്. കൂടാതെ കഥാകാരൻ സ്വാധീനം വിഷുക്കണി പ്രകടമാണ്. കവിതയ്ക്കുള്ളിൽ ആത്മാശം മറ്റൊരു കഥ പറയുകയാണ് കവി. ഓക്കെ. അപ്പോൾ ഇത്രയും. അപ്പം ഇനിയിപ്പോൾ പോയിന്റ് ബേസ് മിസ് പറയാം. ഇതിലെന്തൊക്കെയാണ് പറയുന്നത്? പോയിന്റ് ബേസ് ആയി പറയുകയാണ്. ഒന്നാമത്തെ പിന്നെ കവിയുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് കവി പങ്കുവെക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ? പിതാവിൻ്റെ മരണത്തോടെ വരണ്ടുപോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചപ്പോൾ തൻ്റെ കുട്ടിക്കാലം പെട്ടെന്ന് വരണ്ടുപോയപ്പോൾ തോന്നി. വേനലിനെയും ചൂടിനെയും വകവെക്കാതെ മാഞ്ചോട്ടിലും കുളക്കരയിലും പാടത്തും പറമ്പിലും ഓടി നടന്ന കുട്ടിക്കാലം. വേനലിനും ചൂടിനെയൊന്നും വകവെക്കാതെ മാഞ്ചോട്ടിലും കുളക്കരയിലൊക്കെ ഓടി നടന്ന കുട്ടിക്കാലത്തെ പറ്റി പറയുന്നു. അന്നത്തെ മണ്ണിൻ്റെയും കച്ചിയുടെയും നാട്ടുമാങ്ങകളുടെയും ഒക്കെ ഓർമ്മകൾ കവിക്ക് വീണ്ടും വീണ്ടും വരുന്നു. പിന്നെ വിഷുവും വിഷുക്കണിയും വിഷുക്കൈനീട്ടവും അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. പിന്നെ സ്വർഗവാതിൽ പക്ഷിയോടൊപ്പം ചേർന്ന് മേടമാസത്തിൻ്റെ മടിയിൽ പിറന്ന താൻ ആർത്തുല്ലസിക്കുന്നതും കവി പറയുമ്പോൾ വേനലിനോട് കവിക്കുള്ള അഭിനിവേശം ഇതിൽ ഉൾക്കൊള്ളുന്നു. പിന്നെ വേനലിലെ മക്കളായ ഫലമൂലാദികളും പക്ഷികളും പൂക്കളും എല്ലാം കവിയുടെ രചനകൾ ധാരാളമായി എപ്പോഴും കടന്നു വരാറുണ്ട്. വേനലിലാണ് അധികം പൂക്കളൊക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ വെളിച്ചത്തിന് ഓമനകളെ കണിക്കൊന്ന എന്നാണ് കവി പറയുന്നത്. അച്ഛൻ മരിച്ചതോടെ തന്നെ ജീവിതത്തിൽ പകൽ മാറി അച്ഛൻ മരിച്ചതോടുകൂടി കവിയുടെ ജീവിതത്തിൽ പകൽ മാറി ഇരുട്ട് വന്നു എന്നും പറയുന്നു. തൻ്റെ പകൽ മാറി ഇരുട്ടായി തനിക്ക് കണിയില്ലാതായെന്നും കവി ഖേദിക്കുന്നു. എങ്കിലും പ്രകൃതിയോട് ഇടകലർന്നുള്ള ജീവിതവും പ്രയത്നങ്ങളും കവിയുടെ ജീവിതത്തിൽ വീണ്ടും വെളിച്ചം കൊണ്ടുവരുന്നു. തറവാട്ടിൽ ചെന്ന കവിക്ക് അവിടുത്തെ അവിടെയുള്ള പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് കണിയായി മാറുന്നത്. പിന്നെയോ വിഷുക്കണിയിലെ കാർഷിക സംതൃപ്തിയെ പറ്റി പറയുന്നു. കേരളീയ മാമ്പഴക്കാലം, വിഷുക്കണി ഓർമ്മ, പിന്നെ കഥാകവിതകൾ, ഗൃഹാതുരത, വേനലിനോടുള്ള പ്രിയം, ദാമ്പത്യ സങ്കല്പം, പ്രകൃതിയുടെ ദർശനം, വർണ്ണനകളുടെ സാങ്കത്യം, പ്രകൃതിയും സ്ത്രീയും പരസ്പര ബിംബങ്ങളാണെന്ന് പറയുന്നു. വൈകാരികതയും മാനസികാന്തരീക്ഷവും ഇതെല്ലാം കവി ഒരു കവിതയിലൂടെ പറയുന്നു. അപ്പോൾ വിഷുക്കണി എന്നുള്ള കവിതയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള വിഷുക്കണി ഓർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയ ഓർമ്മയിലാണ്. ഒരു വരണ്ട കുട്ടിക്കാലമായിരുന്നെങ്കിലും അദ്ദേഹത്തിന് നല്ല കുറേ സുഹൃത്തുക്കളുള്ളത്, കുട്ടിക്കാലത്തെ കളിക്കൂട്ടുകാരോട് ഓടി നടന്നത്, അങ്ങനത്തെ പല പല നല്ല നല്ല ഓർമ്മകളും പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം
ഈ ഒരു പിന്നെ കവിതയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കവിത വളരെ കുറേ എഴുതാനുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളാണെങ്കിലും മിസ്സിന് നോട്ടൊക്കെ തരും. നന്നായിട്ട് എഴുതുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ.